ജയശ്രീ മാം അത് പറഞ്ഞു. ഞാൻ തന്നെ പറയട്ടെ സർ? അതല്ലേ പറഞ്ഞു. ഓക്കെ ജാസ്മിൻ അല്ല, അപ്പൊ മെസ്സേജ് ഇട്ടപ്പോ കേറിയിട്ടുണ്ട് വിചാരിച്ചു. അപ്പൊ എല്ലാവർക്കും ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും ഉറവിന്റെ വെബിനാറിലോട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ആദ്യത്തെ സ്വാഗത പ്രസംഗത്തിനായി സൈജു സേവ്യർ സാറിനെ, സെക്രട്ടറി എറണാകുളം KCTU വിങ്ങിന്റെ സൈജു സാറിനെ ഞാൻ വെൽക്കം സ്പീച്ചിനായി ക്ഷണിച്ചോളാം. ഓവർ ടു സൈജു സാർ. ഹലോ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എന്റെ വിനീതമായ നമസ്കാരം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ, ഓക്കെ. ഇന്ന് വളരെ ചൂടുള്ള ഒരു ദിവസമാണ്. ഇന്ന് കളി എറണാകുളത്ത് നടക്കുന്നു. കളിയുടെ ഒരു ചൂടുണ്ട്. അതിനിടക്ക് നമ്മുടെ ഒരു കുഞ്ഞുറവ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരികയാണ്, നമ്മുടെ മനസ്സിനെ തണുപ്പിക്കാനും. നമ്മുടെ ഈ വെബിനാർ തുടങ്ങിയിട്ട് 78ാമത്തെ വെബിനാറാണ്. ഇന്ന് നമ്മുടെ താരമായിട്ട് ഇവിടെ നിന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ അരുൺ രവി സാറാണ്. സാറ് ഇന്ന് മാജിക് ഓഫ് ലീഡർഷിപ്പ് എന്ന വിഷയമായിട്ടാണ് നമുക്ക് ഇവിടെ എത്തിയിരിക്കുന്നത്. സാറിനെ എല്ലാവരുടെയും പേരിൽ വളരെ ആദരപൂർവ്വം സാറിനെ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ എറണാകുളത്തിന്റെ നായകനും നമ്മുടെ എല്ലാവരുടെയും കൂടെ പ്രവർത്തിക്കുന്നതിനും എല്ലാത്തിനും മുമ്പിൽ നിൽക്കുന്ന നമ്മുടെ KCTUവിന്റെ എറണാകുളം ഡിസ്ട്രിക്റ്റിന്റെ പ്രസിഡന്റ് ഡോക്ടർ PV ജോസഫ് സാറ് നമ്മുടെ കൂടെയുണ്ട്. സാറിനും ഏറ്റവും ആദരപൂർവ്വം എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ സെക്രട്ടറിയും നമ്മുടെ പ്രസാദ് സാറ് എന്നിവിടെ നമ്മുടെ കൂടെയുണ്ട്. സാറിനും എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാരനായിട്ടുള്ള പോൾ പടയാട്ടി സാറിനും എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ ടു റിസോഴ്സ് പേഴ്സൺ ഇവിടെ എത്തിയിരിക്കുന്നത് ജോസഫ് ജോൺ സാറാണ്. സാറ് നമ്മുടെ എറണാകുളം സഞ്ജീവനി ഫേസ് 2വിന്റെ മെമ്പറും കൂടിയാണ്. സാറിനെ എല്ലാവരുടെയും പേരിൽ സാറിന് ആദരപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. വെൽക്കം സാർ. അടുത്തതായിട്ട് നമ്മൾക്ക് ഇന്ന് ഇവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ജാസ്മിൻ മാഡം ഉണ്ട്. ഉറവിന്റെ കോർഡിനേറ്റർ ആയിട്ട് നമ്മുടെ ഇവിടെ ഇടയിൽ MC മനോഹരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജയശ്രീ മാഡം ഉണ്ട്. മാഡത്തിന് ഇതൊക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്ത് കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞാലും അത് ഏറ്റെടുത്ത് നമ്മുടെ കൂടെ നടന്നുകൊണ്ട് വളരെ മനോഹരമായി ചെയ്തു തീർക്കാനുള്ള ഒരു കാര്യം മാഡത്തിനുണ്ട്. അപ്പൊ മാഡത്തിനെയും എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. KCTUവിന്റെ ഒരു കാര്യം നമുക്ക് ഉറവാണ്. അപ്പോ ആ ഉറവിന്റെ കാര്യത്തിന് ഉറവിന്റെ തീരത്തിരിക്കാനായിട്ട് നിങ്ങളെ ഓരോരുത്തരെയുമാണ് ഞാൻ സ്വാഗതം ചെയ്യുന്നത്. എല്ലാവർക്കും അവരവരുടെ വ്യക്തിത്വത്തിന്റെ പേരിൽ എല്ലാവരും ഓരോ നിലയിൽ പ്രശസ്തരാണ്. അപ്പൊ അവർക്ക് നിങ്ങളെ ഓരോരുത്തർക്കും പേര് എടുത്ത് ഞാൻ പറയുന്നില്ല, ഓരോ വ്യക്തികൾക്കും സ്നേഹത്തിന്റെയും ഹൃദയം നിറഞ്ഞ സന്തോഷത്തിന്റെയും പേരിൽ ഓരോരുത്തരെയും സ്വാഗതം ആശംസിക്കുന്നു. ഒരു കാര്യം കൂടി പറയുകയാണ്, നമ്മുടെ സഞ്ജീവനി ഫേസ് 2 നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളെ വിധുബാല മാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് ഏതാണ്ട് 60ഓളം വ്യക്തികൾ നമുക്ക് ഇതിനകത്ത് അനുഭവം രേഖപ്പെടുത്തി നമ്മുടെ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവർ ഓരോരുത്തരും വളരെ ഊർജ്ജസ്വലരായിട്ട് നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനിയും താല്പര്യമുണ്ടെങ്കിൽ ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. ഓവർ ടു ജയശ്രീ മാം. Thank you, Said sir, for the wonderful welcome speech. Next, I invite President PV Joseph sir for the presidential address. Mic off on, sir. Mute ആണ് sir, mute. Yes. Today's resource person, Arun Devi sir, Sahayatriya coordinator, Tersin Zakir, Vice President Joseph John sir, another Vice President MK Prasad, KCTU Ernakulam District Secretary Saiju Xavier, Treasurer Paul Padayati, Coordinator Jayashree teacher, MC Jasmine teacher, other leaders of KCTU, dear KCTU members, distinguished participants, good evening and welcome to 78th webinar,
under Uravu series organized by Kerala Councillors and Trainers Union Ernakulam district. Today's resource person Arun Ravi, അദ്ദേഹം ഒരു ട്രാൻസ്ഫോർമേഷണൽ ട്രെയിനറാണ്, പാഷനേറ്റ് ട്രാൻസ്ഫോർമേഷണൽ ട്രെയിനർ. അതാണ് അദ്ദേഹത്തിന്റെ താല്പര്യം. ട്രാൻസ്ഫോർമേഷണൽ ട്രെയിനിങ്ങിലൂടെ മറ്റുള്ളവരിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന പ്രൊഫഷണൽ പറയുകയാണെങ്കിൽ അദ്ദേഹം സീനിയർ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിൽ. അവരുടെ മാസ്റ്റർ ട്രെയിനർ കൂടിയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല, കാരണം അത് പരിചയപ്പെടുത്താൻ തന്നെ ജോസഫ് ജോൺ സാർ ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോ അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നതും ഈ ഉറവിൻ പോസിറ്റീവ് കമ്പൗണ്ടിന്റെ ഒരു കണ്ടസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട് തൃശ്ശൂർ എത്തിയപ്പോഴാണ്. അതിന്റെ ചാപ്റ്റർ ലെവൽ വിന്നറായിട്ട് അങ്ങനെ പല ജില്ലകളിൽ നിന്നുള്ള വിന്നേഴ്സ് ഒത്തുകൂടിയ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. സ്റ്റേജ് വാർ എന്ന് പറയുന്ന വളരെ നല്ലൊരു പ്രോഗ്രാമായിരുന്നു തൃശ്ശൂർ നടന്ന്. ആ പ്രോഗ്രാമിൽ എല്ലാവരെയും തോൽപ്പിക്കുകയല്ല, അദ്ദേഹം വിജയിച്ചപ്പോൾ മറ്റുള്ളവർ സെക്കൻഡും തേർഡും ഒക്കെ ആയി എന്ന് പറയാം. ഞാൻ എല്ലാം കണ്ടതാണ്. എല്ലാവർക്കും ഒരേ അഭിപ്രായം തന്നെയായിരുന്നു. ഒരു വിന്നർ ആവാൻ എല്ലാം ഉള്ളാവുന്ന ഒരാൾ അരുൺ രവി സാർ. അദ്ദേഹത്തിന്റെ ക്ലാസ് തന്നെയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. വളരെ സരസമായിട്ട് ഒരു പെൻസിന്റെ കഥയിലൂടെ, അത് പവർ പോയിന്റിലൂടെ നമുക്ക് നേരത്തെ വന്നിട്ടുള്ളതാണ്, മിക്കവാറും കിട്ടിയിട്ടുള്ള സാധനം. പക്ഷെ അതിനെ വളരെ തന്മയത്തോടെ ഒരു മോട്ടിവേഷണൽ ട്രെയിനിങ് ഉള്ള ഒരു പാക്കേജാക്കി അദ്ദേഹം അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു, പരിചയപ്പെട്ടു, ഉറവിലേക്ക് ക്ഷണിച്ചു, വരാൻ സമ്മതിച്ചു. അങ്ങനെ ഇന്ന് ഇവിടെ നമ്മുടെ അതിഥിയായിട്ട് 72ാമത് വെബിനാറിൽ അദ്ദേഹം എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ പ്രത്യേകം ക്ഷണിക്കുന്നു, ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വാക്ക് അവസാനിപ്പിക്കുകയാണ്. ഓവർ ടു ജയശ്രീ. Thank you, sir. Next, I invite Joseph John sir for introduction of resources. ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഉറവ് വെബിനാറിൽ നമ്മോട് സംവദിക്കാൻ എത്തിയിട്ടുള്ളത് അരുൺ രവി സാറാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. അദ്ദേഹം മികച്ച നേട്ടങ്ങൾ കൈവരിച്ച് ട്രെയിനിങ് രംഗത്ത് നിറസാന്നിധ്യമായി നിൽക്കുന്ന പാലക്കാട് ശ്രീകൃഷ്ണപുരം സ്വദേശിയാണ്. ശ്രീകൃഷ്ണപുരം കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു കാര്യം പറയാതെ വയ്യ. കാരണം ഞാൻ സർവീസിൽ കയറുന്നത് ശ്രീകൃഷ്ണപുരം ഹൈസ്കൂളിൽ PSC ടെസ്റ്റ് എഴുതിയാണ്. ആ ഒരു സെക്കൻഡ് ഞാൻ അതിനുവേണ്ടി എടുത്തു. താങ്ക് യു. ട്രെയിനിങ്ങിനെ ഒരു പാഷനായി വരിച്ച ബൈ പ്രൊഫഷൻ സിവിൽ എഞ്ചിനീയറായ ട്രാൻസ്ഫോർമേഷൻ കോച്ചാണ് അരുൺ രവി സാർ. പ്രചോദനാത്മക പരിശീലനങ്ങളാണ് സാറിനേറെ പ്രിയം. ഈ രംഗത്ത് നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട് അദ്ദേഹം. ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ ഗവൺമെന്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സീനിയർ ഇൻസ്ട്രക്ടറായി സേവനമനുഷ്ഠിക്കുന്നു. JCI പോസിറ്റീവ് കമ്മ്യൂൺ ഗവൺമെന്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് IMG SUIIT എന്നിവിടങ്ങളിലെ അംഗീകൃത ട്രെയിനറാണ് അരുൺ രവി സാർ. സാമൂഹ്യ സേവന രംഗത്ത് ലയൺസ്, റോട്ടറി, JCI പോസിറ്റീവ് കമ്മ്യൂൺ എന്നീ പ്രസ്ഥാനങ്ങളുമായി സഹകരിച്ച് പരിശീലന പരിപാടികൾ അദ്ദേഹം നടത്തുന്നു. ചുരുക്കി പറഞ്ഞാൽ ട്രെയിനിങ്ങും അരുൺ രവി സാറും തമ്മിൽ അഭേദ്യമായ ബന്ധം എന്ന് പറയാം. ജോസഫ് സാർ അയച്ചു തന്ന പ്രൊഫൈലിൽ ഞാനൊന്ന് കണ്ണോടിച്ചപ്പോൾ എല്ലാം ട്രെയിനിങ്ങിനെ കുറിച്ചായിരുന്നു അതിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നത്. സംഗീതയാണ് ജീവിത പങ്കാളി, ഭാര്യ. 2 മക്കൾ, +2 പഠിക്കുന്ന മകൻ നന്ദകിഷോർ, 9th പഠിക്കുന്ന മകൾ നന്ദന. ഒരൊറ്റ കോളിൽ തന്നെ ഞാൻ അദ്ദേഹവുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞു. ലീഡർഷിപ്പിന്റെ ഇന്ദ്രജാലം വെളിപ്പെടുത്തുവാൻ അരുൺ രവി സാറിനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. Thank you, Joseph John sir. Now, sir, Arun Ravi sir, it's time for you. Please, sir. കേൾക്കാമല്ലോ അല്ലേ? ഹലോ, കേൾക്കാം. ഓക്കെ. ഇന്നത്തെ പ്രോഗ്രാം കോർഡിനേറ്റർ ജയശ്രീ മാം, എറണാകുളം ഡിസ്ട്രിക്റ്റിന്റെ കോർഡിനേറ്റർ പ്രസിഡന്റ് ജോസഫ് സാറ്, പിന്നെ എന്നെ പരിചയപ്പെടുത്തിയ വളരെ ഭംഗിയായി എന്നെ പരിചയപ്പെടുത്തിയ ജോസഫ് ജോൺ സാർ, പ്രസാദ് സാറ്,
പൗൾ സാറ്, ഷൈജു സാർ, ജാസ്മിൻ മാഡം, എല്ലാവർക്കും ആദ്യം നന്ദി പറയാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു ട്രെയിനർമാർക്ക് ക്ലാസ് ഒരു ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ തന്നെ അത് കുറച്ച് ചങ്കിടിപ്പുള്ള സംഭവമാണ്. കാരണം നമ്മൾ ട്രെയിനർമാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും കേട്ടിട്ടുള്ള ആൾക്കാരായിരിക്കും. ഒരുവിധം എല്ലാ കഥകളും നമ്മളിലൂടെ വന്നു പോയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കാനും നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒന്നായി പങ്കുവെക്കാനുമുള്ള ഒരു ചെറിയൊരു സെഷനായിട്ട് മാത്രമാണ് ഞാൻ ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ മാക്സിമം ഒരു ഇന്ററാക്റ്റീവ് സെഷനായി പോവുക എന്നുള്ളതാണ്. നിങ്ങൾ എല്ലാവരും റെഡി ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. കുറെ പേരെ എനിക്ക് അറിയുന്ന ആളുകളാണ്, കുറെ പേരെ ഞാൻ പുതുമുഖങ്ങളാണ്. എന്നാലും നമുക്ക് അങ്ങനെയില്ല. ഇപ്പൊ നമ്മളെല്ലാവരും ഒന്നാണ്. എന്തായാലും ഈ ഉറവ് എന്ന സീരീസിന്റെ 78ാമത്തേത് ആണെന്നാണ് അറിഞ്ഞത്. എന്തായാലും അതിന് ഈ ഒരു വളരെ നല്ല അഭിനന്ദനങ്ങൾ. കാരണം ഒരുപാട് ആളുകളെ എപ്പോഴും ഇതുപോലെ ഒരു ആക്റ്റീവായി നിർത്താൻ പറ്റുന്നു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. എന്തായാലും നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് കിടക്കാം. അതായത് ലീഡർഷിപ്പുമായി ബന്ധമുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ ലീഡർഷിപ്പ് എനിക്ക് വളരെയധികം എടുക്കാൻ ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കാണ്. എന്തായാലും നമുക്ക് മാക്സിമം ഒന്നുകിൽ ഇന്ററാക്ട് ചെയ്യാൻ മൈക്ക് ഓൺ ചെയ്ത് ഇന്ററാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സ്. ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നത് മൈക്ക് ഓൺ ചെയ്ത് ഇന്ററാക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. ഇനി അതല്ലെങ്കിൽ ചാറ്റ് ചെയ്യാൻ പറ്റുന്നവർക്കാണെങ്കിൽ ചാറ്റ് ചെയ്യാം. ഇതില് ഞാൻ ചോദിക്കുന്നത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. എന്നാലും ലീഡർമാരായിട്ടുള്ള ആളുകൾ ഒന്നുകിൽ ഒന്ന് ചാറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് എസ് പറയാമോ, അല്ലെങ്കിൽ കൈ ഉയർത്തിയാലും മതി. ഇതില് ലീഡർമാരാണെന്ന് പറയുന്ന ആളുകൾക്ക് ഒന്ന് കൈ ഉയർത്താം. നമ്മള് ലീഡറാന്ന് പറയണമെന്നില്ല അല്ലേ? എറണാകുളം ജില്ല പറയണമെന്നില്ല. 3-4 ലീഡർഷിപ്പിലുണ്ട്. യെസ് സാർ. അപ്പൊ ഒരാൾ ലീഡറാണ്, കുറച്ച് പേരെ കാണുന്നുണ്ട്. ഇനി ആരെങ്കിലും ചാറ്റ് യെസ് വരുന്നുണ്ട്. ഓക്കെ, യെസ്, വന്നോട്ടെ. നമുക്കൊന്ന് തുടക്കം ഒന്ന് ഗംഭീരമാക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, യെസ്, കുറെ യെസ്സുകൾ വരുന്നുണ്ട്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾ രാജ്യത്തെ ഭരിക്കുന്നുണ്ട്, ചില ആളുകൾ സൈന്യങ്ങളെ ഭരിക്കുന്നുണ്ട്, ചില ആളുകൾ വീടിനെ ഭരിക്കുന്നുണ്ട്. ഒന്നുമല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഭരിക്കുന്നു എന്നുള്ള കാര്യം കൊണ്ട് നമ്മുടെ ഒരു ലീഡർ തന്നെയാണ്, അതിലൊന്നും സംശയമില്ല. പക്ഷേ ഇനി വേറൊരു ചോദ്യം കൂടി. നമുക്കൊരു മാജിക് ആസ്വദിക്കണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം? പറഞ്ഞോളൂ. പറയുന്നതായിരിക്കും നല്ലത്. ഞാൻ അങ്ങോട്ട് പറയുന്നതിനേക്കാൾ നല്ലത്. ഒരു മാജിക് ആസ്വദിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് എന്തെങ്കിലും വേണം. ആസ്വാദന ഹൃദയം വേണം. ആസ്വാദന ഹൃദയം വേണം. ഓക്കെ, വിശ്വാസം വേണം. വിശ്വാസം. യെസ്, മാജിക്കിൽ നമുക്കൊരു വിശ്വാസം വേണം. നമുക്ക് എന്തായാലും 100% അറിയാം, മാജിക് എന്ന് പറഞ്ഞാല് മജീഷ്യന് സ്വന്തമായിട്ട് ക്യാപ്പിന്റെ ഉള്ളിൽ നിന്നും പക്ഷി എടുക്കാനോ മുയലിനെ എടുക്കാനോ ഒന്നും പറ്റില്ല എന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ അതിൽ വിശ്വസിച്ചാൽ മാത്രമേ നമുക്കത് ആസ്വാദ്യകരമായി തോന്നുകയുള്ളൂ. മറ്റേത് നമ്മൾ എവിടുന്നാണ് ഇയാൾ ഈ മുയലിനെ എടുക്കുന്നത് എന്ന് മാത്രം നോക്കിയിരുന്നാൽ നമുക്കതൊരിക്കലും ആസ്വാദ്യകരമായി തോന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ലീഡർഷിപ്പും ഇതുപോലെ കൊണ്ടുപോകേണ്ട ഒന്നാണ്. അപ്പൊ മാജിക്കിനെ പോലെ നമ്മളിൽ കുറച്ച് വിശ്വാസം വേണം. ലീഡർഷിപ്പിൽ കുറച്ച് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അത് നല്ല ഒരു ലീഡർഷിപ്പ് ആയിട്ട് പോകാൻ പറ്റുള്ളൂ. നമുക്ക് ഒരു ചെറിയ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഏറ്റവും മോശമായിട്ടുള്ള ഒരു ലീഡർ ആവാൻ എന്തൊക്കെ ക്വാളിറ്റി വേണം? നല്ല ലീഡർ അല്ല, ലീഡർ ആവണം, പക്ഷെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു ലീഡർ ആവാൻ എന്തൊക്കെ ക്വാളിറ്റി വേണം? സ്വാർത്ഥത. യെസ്, ഓക്കെ. അഹങ്കാരം. സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ. ഓക്കെ, സ്വയം ആളാവുക, മറ്റുള്ളവർക്ക് കഴിവില്ല എന്ന് പറയുക. പ്രജുഡിസ്. ഓക്കെ, മറ്റുള്ളവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക. ഓക്കെ, മറ്റുള്ളവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക. പ്രോക്രാസ്റ്റിനേഷൻ. ഓക്കെ, ഗുഡ്. എന്തിലും തെറ്റ് കാണുക. പറഞ്ഞോളൂ സാർ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പോവാം.
ഓക്കെ, നോ പങ്ക്ച്വാലിറ്റി, നോ പങ്ക്ച്വാലിറ്റി. പങ്ക്ച്വാലിറ്റി ചോര തന്നെ കൊതുകിന്റെ കൗതുകം. യെസ്, കറക്റ്റ്. കാവ്യാത്മകമായി സാർ അത് പറഞ്ഞു. ഇത് തന്നെയാണ്, നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ലീഡർ ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഇഷ്ടമാവില്ല. നമുക്ക് അങ്ങനെ ഒരു ലീഡർ ഇപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വന്ന കുറെ കാര്യങ്ങളാണ്. ഇതിലേതൊക്കെയോ ആയി നമുക്ക് ബന്ധമുണ്ടെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ശരിയല്ലേ? ഇതിലേതെങ്കിലും ഒന്നൊക്കെ ആയിട്ട് നമുക്ക് ബന്ധമുണ്ടായിരിക്കാം. ഓക്കെ, നമ്മൾ അതൊന്ന് പറഞ്ഞു എന്ന് മാത്രം. എന്തായാലും നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം കഥകൾ കേൾക്കാനും കഥകൾ പങ്കുവെക്കാനും അവയിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളാനുമുള്ള മനുഷ്യന്റെ കഴിവാണ് മനുഷ്യ വികാസത്തിന് തന്നെ കാരണമായിട്ടുള്ളതെന്ന് യുവാൻ നോഹ ഹരാരെ തന്റെ സാപ്പിയൻസിൽ വ്യക്തമായി പറയുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കഥയോടെയാണ് തുടങ്ങുന്നത്. മിക്കവാറും എല്ലാവരും കേട്ടിട്ടുള്ള ഒരു കഥയാണ്. ഒരു പുതുമ, വലിയൊരു പുതുമ ഒന്നും ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാണ്. സ്ക്രീന് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കാണുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിന്റെ പേര് മാജിക് ഓഫ് ലീഡർഷിപ്പ് എന്നാണ്. അപ്പൊ നമുക്ക് ആ കഥയിലേക്ക് അങ്ങനെ കഥയിലൂടെ പോവാം. ഒരു ഗ്രാമത്തില് ഒരു കർഷകനും അദ്ദേഹത്തിന്റെ ഭാര്യയും താമസിച്ചിരുന്നു. വളരെ സാധാരണ ഒരു കർഷകനും അദ്ദേഹത്തിന്റെ ഭാര്യയും. അവിടെ ഒരു മൗസ് ഉണ്ടായിരുന്നു. മൗസ്, വലിയ പെരിച്ചാഴിയൊന്നുമല്ല, ഒരു ചുണ്ടലി എന്നാണല്ലോ പറയും. മൗസ് താമസിച്ചിരുന്നു. ഈ മൗസിന്റെ കാര്യം നമുക്കറിയാലോ. കർഷകൻ ഉണ്ടാക്കി വെക്കുന്ന കാര്യങ്ങൾ മുഴുവൻ കട്ടുതിന്നുക എന്നുള്ളതാണ് അവന്റെ പരിപാടി. അവനെ കൊണ്ടാണെങ്കിൽ ആളുകൾ എല്ലാവരും ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. ഒരു ദിവസം കർഷകന്റെ ഭാര്യ കർഷകനോട് പറഞ്ഞു, നാളെ തന്നെ നിങ്ങൾ ടൗണിൽ പോയിട്ട് ഒരു മൗസ് ട്രാപ്പ് വാങ്ങിക്കണം, ഒരു എലിക്കണി വാങ്ങിക്കണം. അവന്റെ ശല്യം സഹിക്കാതെ ആയിട്ടുണ്ട്. ഭാര്യ ഈ കാര്യം ഭർത്താവിനോട് പറയുന്നത് മൗസ് കേട്ടിട്ടുണ്ടായിരുന്നു. അവൻ അത് അത്രയും കാര്യമാക്കിയില്ല. പക്ഷെ പിറ്റേ ദിവസം ഉച്ചയായപ്പോഴേക്കും കർഷകൻ ഒരു മൗസ് ട്രാപ്പ് വാങ്ങിക്കൊണ്ടുവന്നു. ഈ മൗസ് ട്രാപ്പ് കൊണ്ടുവരുന്നത് ആര് കണ്ടു? നമ്മുടെ മൗസ് കണ്ടു. അത് കണ്ടപ്പോഴേക്കും അവൻ ആകെ പാനിക്കായി. അവൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം മൗസ് ട്രാപ്പിനെ പറ്റി അവൻ പല സ്ഥലങ്ങളിൽ നിന്നായി കേട്ടിട്ടുണ്ട്. അവൻ ഓടിപ്പോയി, പാനിക്കായി ഓടിയിട്ട് നേരെ പോയത് ഒരു ഹെന്നിന്റെ അടുത്തേക്കാണ്. കർഷകൻ വളർത്തുന്ന ഹെന്നിന്റെ അടുത്തേക്ക്. അപ്പൊ ഹെന്നിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഹെൻ ബിഗ് പ്രോബ്ലം, ദേർ ഇസ് എ മൗസ് ട്രാപ്പ്. ഹെന്ന് പറഞ്ഞു, നീ എന്തിനാ എന്നോട് ഇത് പറയുന്നത്? മൗസ് ട്രാപ്പ് അത് നിന്നെ പിടിക്കാനുള്ള സാധനമാണ്, എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇടുന്ന കോഴിമുട്ടയാണ് എൻ്റെ കർഷകന്റെയും ഭാര്യയുടെയും ആരോഗ്യ രഹസ്യം. നിന്റെ കാര്യം പോക്കാണ്. അവൻ നിന്നില്ല. അവൻ നേരെ പോയത് കർഷകൻ വളർത്തുന്ന ആടിന്റെ അടുത്തേക്കാണ്. ഗോട്ട് ബിഗ് പ്രോബ്ലം, ദേർ ഈസ് എ മൗസ് ട്രാപ്പ്. ആട് പറഞ്ഞു, എനിക്ക് മൗസ് ട്രാപ്പ്, ഞാൻ ഈ വീടിന്റെ ഐശ്വര്യമാണ്, ഒരിക്കലും എന്നെ കൊല്ലേണ്ടി വരില്ല. അതുകൊണ്ട് മൗസ് ട്രാപ്പിനെ ഞാൻ പേടിക്കില്ല, നീ പേടിച്ചാൽ മതി. അവൻ നിന്നില്ല. നേരെ പശുവിന്റെ അടുത്തേക്ക് പോയി. കൗ ബിഗ് പ്രോബ്ലം, ദേർ ഇസ് എ മൗസ് ട്രാപ്പ്. പശു പറഞ്ഞു, നീ എന്തിനാ എന്നോട് ഇത് പറയുന്നത്? ബ്ലഡി ഫൂൾ. ലോകത്ത് ഏതെങ്കിലും ഒരു പശു എപ്പോഴെങ്കിലും മൗസ് ട്രാപ്പിൽ വീണതായി നീ കേട്ടിട്ടുണ്ടോ? നിന്റെ കാര്യം പോക്കാണ്. ഇനി നമുക്ക് പറ്റുമെങ്കിൽ സ്വർഗത്തിൽ വെച്ച് കാണാം. ആരും അവനെ സഹായിച്ചില്ല. നിവൃത്തിയില്ല. അവൻ അവന്റെ മാളത്തിലേക്ക് തന്നെ തിരിച്ചുപോയി. രാത്രിയായപ്പോ അവന്റെ മാളത്തിന്റെ ഫ്രണ്ടിലായിട്ട് മൗസ് ട്രാപ്പ് വെച്ചു. കർഷകന്റെ ഭാര്യ വളരെ സന്തോഷിച്ച് കിടക്കുകയാണ്. ഏത് സമയത്തും അവൻ മരിക്കുന്ന ശബ്ദം, അവന്റെ തല പിളരുന്ന ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റുമെന്നുള്ള സന്തോഷത്തോടെ കർഷകന്റെ ഭാര്യ ഇരിക്കുമ്പോഴാണ് രാത്രിയിൽ ടപ്പ് എന്നൊരു സൗണ്ട് കേട്ടു. കർഷകന്റെ ഭാര്യയ്ക്ക് വളരെ സന്തോഷമായി. ഓടി വന്നു. രാത്രിയാണല്ലോ. ഓടി വന്ന് പെട്ടെന്ന് വരുമ്പോഴേക്കും അവരുടെ കാലിൽ എന്തോ കടിച്ചു. അവരലറി വിളിച്ചു. പെട്ടെന്ന് കർഷകൻ തിരിച്ചു വരുമ്പോ വന്ന് ലൈറ്റൊക്കെ ഇട്ട് നോക്കുമ്പോ അതിൽ ഒരു സ്നേക്ക്, ഒരു പോയിസണസ് സ്നേക്ക്.
കർഷകൻ പെട്ടെന്ന് തന്നെ ഒരു വടിയെടുത്ത് അതിനെ അടിച്ചു കൊന്നു. സത്യത്തില് ഈ നമ്മുടെ മൗസിന്റെ മാളത്തിലേക്ക് ഈ വരുന്ന പാമ്പായിരുന്നു അത്. അബദ്ധത്തിൽ അതിന്റെ വാലൊന്ന് നമ്മുടെ മൗസ് ട്രാപ്പിൽ കുടുങ്ങി, അതവിടെ കിടന്നു. ആ സ്നേക്കാണ് നമ്മുടെ കർഷകന്റെ ഭാര്യയെ കടിച്ചത്. എന്തായാലും നാട്ടിൻ പ്രദേശമാണ്, അപ്പൊ വലിയ ഇതൊന്നുമില്ല. ഉടനെ തന്നെ അവരൊരു വൈദ്യന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. വൈദ്യൻ ചെറിയ ചെറിയ ലൊട്ടിലൊടുക്ക് വിദ്യകളൊക്കെ കൊടുത്ത് മരുന്ന് കൊടുത്തു. മരുന്ന് കൊടുത്തപ്പോ തൽക്കാലത്തേക്ക് ആശ്വാസമായി. പിറ്റേ ദിവസം അവർക്ക്, കാരണം പാമ്പ് കടിച്ച ആളല്ലേ, മക്കളും മരുമക്കളൊക്കെ വന്നു. മക്കളും മരുമക്കളൊക്കെ വരും. അതിനു മുമ്പ് തന്നെ എന്ത് പറഞ്ഞിരുന്നു, നമ്മുടെ വൈദ്യൻ പറഞ്ഞിരുന്നു, ഏറ്റവും നല്ലത് ചിക്കൻ സൂപ്പും കൂടി കൊടുത്താൽ കുറച്ചും കൂടെ നല്ലതാണെന്ന് പറഞ്ഞിരുന്നു. കർഷകരൊന്നും ആലോചിച്ചില്ല, പോയിട്ട് കോഴിയെ കൊന്ന് ചിക്കൻ സൂപ്പ് ആക്കി. പിറ്റേ ദിവസം മക്കളും മരുമക്കളൊക്കെ കാണാൻ വന്നപ്പോ ഇവർക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുക്കണ്ടേ, വേറൊന്നും ആലോചിച്ചില്ല, ആടിനെ കറിയാക്കി എല്ലാവർക്കും കൊടുത്തു. കർഷകനും സന്തോഷമായി, ഭാര്യയ്ക്ക് സന്തോഷമായി. 2-3 ദിവസം കഴിഞ്ഞപ്പോ പിന്നെയും ഇവരുടെ പനി കൂടി വരികയാണ്. സത്യത്തിൽ അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന പോയിസൺ മുഴുവനായും പോയിട്ടുണ്ടായിരുന്നില്ല. അവർക്കത് അസുഖം കൂടി വന്നു. പെട്ടെന്ന് തന്നെ അവരെ പട്ടണത്തിലുള്ള ഒരു വലിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും അവർ മരിച്ചിരുന്നു. പിന്നെ അവരുടെ ഫ്യൂണറൽ ഒരുപാട് പരിപാടികളുണ്ട്. കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല. കർഷകൻ പെട്ടെന്ന് തന്നെ അയാളുടെ പശുവിനെ തൊട്ടടുത്തുള്ള ഒരു അറവുകാരന് കൊടുത്തു. അറവുകാരൻ എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്കറിയാം. കർഷകൻ ആകെ സങ്കടമായി. കാരണം ഏത് സമയത്താണ് ഞാൻ ഈ മൗസ് ട്രാപ്പ് വാങ്ങാൻ തോന്നിയത്? എൻ്റെ ആട് പോയി, കോഴി പോയി, പശു പോയി, ഭാര്യ പോയി, എല്ലാവരും പോയി. അദ്ദേഹം ആകെ വിഷാദ രോഗിയായി തീർന്നു. 2 മാസത്തിനുള്ളിൽ കർഷകനും മരിച്ചു. പ്രിയപ്പെട്ടവരെ, കഥ അത്ര തന്നെ ഉള്ളൂ. ഇതാണ് കഥ. നമ്മുടെ കഥയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയായിരുന്നു ഒന്ന് പറയാമോ? ഹലോ, കഥയിലെ കഥാപാത്രങ്ങൾ. ആദ്യം കർഷകൻ, ഫാർമർ ഡൈഡ്, വൈഫ് ഡൈഡ്, hen ഡൈഡ്, goat ഡൈഡ്, cow ഡൈഡ്. പിന്നെ ഇതിലെ കഥാപാത്രമേ അല്ലാത്ത ഒരാളുണ്ടായിരുന്നു. എവിടുന്നോ വലിഞ്ഞു കയറി വന്ന ഒരാൾ, സ്നേക്ക്. അതുണ്ടായിരുന്നു. ആ വീട്ടിൽ ഒരാൾ മാത്രമായി. ആരാ? മൗസ്. കഥ ഇത്രയേ ഉള്ളൂ. ഇനി എന്റെ ചോദ്യം ഇത്ര മാത്രമാണ്, ഇതിൽ നിന്നും നമുക്ക് എന്തൊക്കെ ലെസണുകൾ എടുക്കാൻ പറ്റും ഒന്ന് പറയാമോ? ഈ ഒരു ചെറിയൊരു കഥ, വളരെ ചെറിയൊരു കഥ, ഈ കഥയിൽ നിന്നും നമുക്ക് എന്തൊക്കെ ലെസണുകൾ കിട്ടുന്നുണ്ട്? നമുക്ക് ഇന്ററാക്റ്റീവ് ആയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. സാർ, അതിലൊരു എംപതറ്റിക് ആറ്റിറ്റ്യൂഡ് കാണിക്കേണ്ടതായിരുന്നു. ഓക്കെ സർ, ഓക്കെ, ഗുഡ്. എംപതറ്റിക് ആറ്റിറ്റ്യൂഡ് ഹെന്നിൽ നിന്നും വേണമായിരുന്നു. യെസ്, ഓക്കെ, യെസ്, നല്ല അഭിപ്രായമാണ്. ഇനി വേറെ ആരെങ്കിലും പറഞ്ഞോളൂ. നമുക്ക് ഇതിൽ നിന്നും പറയൂ സാറേ, കേട്ടില്ല. യെസ്, നമ്മൾ അപ്രതീക്ഷിതമായ കാര്യങ്ങൾ എപ്പോഴും പ്രതീക്ഷിച്ചിരിക്കണം. യെസ്, മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ വിലമതിക്കണം. അത് കൊച്ചു കുട്ടികളായാലും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ആൾക്കാരായാലും പറയുന്ന കാര്യങ്ങൾ വിലമതിക്കണം എന്നൊരു പാഠം നമുക്ക് കിട്ടും. യെസ്, ഓക്കെ സർ, ഓക്കെ. ഇനി എന്തെങ്കിലും? ഒരുപാട് കാര്യങ്ങളുണ്ട്, എന്നാലും ഇനി വേണമെങ്കിൽ ഇങ്ങനെ വ്യാഖ്യാനിക്കാം. Behind the fall of every man there is a hand of woman എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം സർ. വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കാം. ഓക്കെ സർ, ഓക്കെ. ഇനി എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? ഹലോ, നമുക്കൊരു കാര്യം ചെയ്യാം. എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. ട്രാവലിംഗിലാണ്. ഓക്കെ, ഞാൻ പറഞ്ഞോട്ടെ, കുഴപ്പമില്ലോ സർ. അഡ്മിറ്റ് ചെയ്തെന്ന് ഇവിടെ ആരാണ്ട് രമചേച്ചി അങ്ങനെ പറഞ്ഞായിരുന്നു. ഓക്കെ. അഡ്മിറ്റ് ചെയ്തെന്ന് ഇവിടെ ആരാണ്ട് പറഞ്ഞായിരുന്നു.
അഡ്മിൻ എല്ലാവരും ഒന്ന് ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും മ്യൂട്ട്. മ്യൂട്ട്. ഓക്കെ. ലീലാമണി ഒന്നും ഓക്കെ. എന്തായാലും നമുക്ക് കുറച്ച് ലീഡർഷിപ്പ് കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഒന്നാമത്, the problem of one member may cause the problem of the whole team. ഒരു വീട്ടിലെ ആയിക്കോട്ടെ, ഒരു ഗ്രൂപ്പിലെ ആയിക്കോട്ടെ, ഒരു ക്ലാസ്സിലെ ഏതെങ്കിലും ഒരാൾക്ക് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ശരിയായ രീതിയിൽ പരിഹരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ അത് ആ ടീമിനെ മുഴുവൻ ബാധിച്ചേക്കാം. ഇവിടെ നമ്മുടെ മൗസിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ആരും സഹായിച്ചില്ല, പക്ഷെ എല്ലാവർക്കും പണി കിട്ടി. നമ്മൾ ഫിസിക്കലായി, സോഷ്യൽ മീഡിയ വഴി, ഓൺലൈനിലായി ഒരുപാട് ആളുകൾ കബളിപ്പിക്കപ്പെടുന്നുണ്ട്, വഞ്ചിക്കപ്പെടുന്നുണ്ട്, സമൂഹത്തിൽ പുറത്ത് പറയാനാകാത്ത വിധത്തില് ട്രാപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. പുതിയ സർവേകൾ കാണിക്കുന്നത് ലോകത്താകെ യുദ്ധത്തിൽ മരിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ, മാരകമായ രോഗങ്ങൾ വന്ന് മരിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ ആളുകൾ ഇന്ന് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം വരെയുള്ള കണക്കില് ചെറുപ്പക്കാർ 17 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ 2022 323 കുട്ടികൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് ഇപ്പോഴും അവ്യക്തമാണ്. അപ്പൊ സത്യത്തില് ഇവരുടെയൊക്കെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് അവരുടെ പ്രോബ്ലങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇത് വളരെ ഞെട്ടിക്കുന്ന കണക്കാണ്. ഓരോ വർഷവും ഇത് കൂടിക്കൂടി വരികയാണ്. ആരും പുറത്ത് പറയുന്നില്ല. പ്രത്യേകിച്ചും പുതിയ ജനറേഷൻ, ആൽഫ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും കൂടി അവർക്ക് ചെറിയ പ്രോബ്ലങ്ങൾ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് കുറഞ്ഞു വരികയാണ്. കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു വരികയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുക? ഒന്ന് പറയാമോ? ഇവിടെ മൗസിനുണ്ടായിരുന്ന പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമായിരുന്നു? Understanding the problem. യെസ്. ഓക്കെ. ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. Then listen. ഓക്കെ. ലിസൺ ചെയ്യണം. പിന്നെ സെലക്ട് ഫ്രം ദ ഓൾട്ടർനേറ്റീവ്സ്. നമ്മൾ എന്തൊക്കെയാണ് അതിൽ നമുക്ക് എടുക്കാൻ പറ്റാവുന്നതിൽ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്സിനെ പറ്റി ഉള്ളതിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് തെരഞ്ഞെടുക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ട്രെയിനർമാരെ ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. ഇത്ര തന്നെയുള്ളൂ പ്രോബ്ലം സോൾവിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ ആരെയും ബ്ലെയിം ചെയ്യാതെ എന്താണ് ശരിയായ റീസൺ എന്ന് നമ്മൾ അവരിൽ നിന്നും അറിയണം. അത് പ്രശ്നമുള്ളവരെ മാറ്റി നിർത്തുകയല്ല ചെയ്യേണ്ടത്, അവരെ കൂടെ നിർത്തുകയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഐഡന്റിഫൈ ദ പ്രോബ്ലം എന്നുള്ളതാണ്. അതിനുശേഷം മുരളി സാറ് പറഞ്ഞതുപോലെ തിങ്ക് ഓഫ് സൊല്യൂഷൻസ്. നമുക്ക് ഒന്നിലധികം സൊല്യൂഷനുകളെ പറ്റി നമ്മൾ അതിന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഒന്നിലധികം സൊല്യൂഷനെ പറ്റി ആലോചിക്കുക മാത്രമല്ല, അത് ഇംപ്ലിമെന്റ് ചെയ്താൽ എന്തൊക്കെ രീതിയിലുള്ള കോൺസിക്വൻസസ് നമ്മൾ നേരിടേണ്ടി വരുമെന്നും നമ്മൾ അത് മുൻകൂട്ടി കണക്കാക്കണം. അതിനുശേഷം ദ ബെസ്റ്റ് സൊല്യൂഷൻ നമ്മൾ പിക്ക് ചെയ്യണം. ഈ ഒരു രീതിയിൽ മാത്രമേ ഒരു പ്രോബ്ലം നല്ല രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു നല്ല ലീഡറെ സംബന്ധിച്ചിടത്തോളം, ഒരു സക്സസ്ഫുൾ ലീഡർ എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവർ ആകണം, പ്രോബ്ലം ക്രിയേറ്റർ ആവരുത്. അപ്പൊ പ്രോബ്ലം സൊല്യൂഷന് ഏറ്റവും വേണ്ട കാര്യം എന്നുള്ളത് നമ്മുടെ ആശയങ്ങള് ഇൻഫ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻഫ്യൂഷൻ ഓഫ് ഐഡിയാസ്. ഒരുപാട് ആളുകളുടെ ഐഡിയകള് ഇൻഫ്യൂസ് ചെയ്യുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ സമന്വയിപ്പിക്കുമ്പോൾ മാത്രമേ ശരിയായ ഒരു ആശയം നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോ ഈ കഥ നമുക്ക് കാണിച്ചു തരുന്ന ഒരു പാഠമാണ് ഇൻഫ്യൂഷൻ ഓഫ് ഐഡിയാസ്. നമുക്ക് ഇവിടെ ഒരു ജീവികളുടെ കയ്യിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടായിട്ടില്ല. അവർക്ക് ആർക്കും പ്രത്യേകിച്ച് ഒരു ഐഡിയ ഉണ്ടായില്ല. അവരുടെ ആശയങ്ങള് ഇൻഫ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല.
ഇനി രണ്ടാമത്തെ ഒരു കാര്യം ചോദിച്ചോട്ടെ. ചുണ്ടലിയെ സംബന്ധിച്ചിടത്തോളം മൗസ് ട്രാപ്പ് മറ്റുള്ളവർക്കൊരു ഭീഷണിയാണെന്ന് ശരിക്കും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ചുണ്ടലിക്ക് കഴിഞ്ഞോ? ബാക്കിയുള്ളവർക്കൊക്കെ ഒരു പ്രോബ്ലം ആയേക്കാമെന്ന് ചുണ്ടലിക്ക് പറഞ്ഞു കൊടുക്കാൻ ശരിക്കും കഴിഞ്ഞോ? കഴിഞ്ഞില്ല. സാധിച്ചില്ല. കാരണം അവിടെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാല് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് പ്രശ്നം. ശരിയായ രീതിയിൽ ആ പ്രോബ്ലം എന്താണെന്ന് കൺവേ ചെയ്യാൻ കഴിഞ്ഞില്ല. നമ്മുടെ കൂടെ ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പൊ അവരുമായിട്ട് നമ്മൾ എന്താണ് നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആവുകയാണ് ചെയ്യേണ്ടത്. ആദ്യം 5 സ്റ്റെപ്പുകൾ, 5 സ്കില്ല്. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു ലിസണർ ആവുക എന്നുള്ളതാണ്. കാര്യങ്ങൾ വളരെ ഷോർട്ടായിട്ട് പറയുക. എസ് ആയിട്ട് പറഞ്ഞാൽ ആർക്കും ഇഷ്ടമാവില്ല. ഷോർട്ടായിട്ട് കാര്യങ്ങൾ പറയുക. മനസ്സിലാവാത്തതാണെങ്കിൽ നമുക്ക് അവരോട് ചോദിക്കാം, അവർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് ക്വസ്റ്റ്യനുകൾ ചോദിക്കാം. ദെൻ ബോഡി ലാംഗ്വേജ് നോട്ട് ചെയ്യാം, സമ്മറൈസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മളൊരു ആരോടായാലും ഒരു ലീഡർ എന്ന നിലയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ഈ 5 സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഷോർട്ട് ആക്കാൻ പറ്റും, ഡിസിഷനുകൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് നമ്മളൊരു നല്ല എഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റർ ആകണമെന്നാണ്. ഒരു ലീഡർ നല്ലൊരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റർ ആകണം. ഒരിക്കൽ നമുക്ക് പണ്ട് കേട്ടിട്ടുള്ള കഥയാണ്. ന്യൂയോർക്കിൽ നിന്ന് ഒരു ലേഡി ലണ്ടനിലേക്ക് പ്ലെയിനിൽ പോവുകയായിരുന്നു. അവര് സാധാരണ ടിക്കറ്റ് എടുത്ത് ബിസിനസ് ക്ലാസ്സിൽ ഒഴിവുണ്ടായിരുന്നപ്പോൾ അവിടെ കയറിയിരുന്നു. ക്യാബിൻ ക്രൂസ് വന്ന് പറഞ്ഞു, മാഡം ഇവിടെ ഇരിക്കാൻ പറ്റില്ല, കാരണം അത് ബിസിനസ് ക്ലാസ് ആണ്, അപ്പുറത്തേക്ക് പോയിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ കേട്ടില്ല. ഞാൻ റിച്ച് ആണ്, ഞാൻ ഇവിടെ ഇരിക്കും, ഇവിടെ സീറ്റ് ഒഴിവുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഒരുപാട് ആളുകൾ വന്ന് പറഞ്ഞിട്ടും കേട്ടില്ല. ലാസ്റ്റ് പൈലറ്റിന്റെ അടുത്ത് വന്നു. പൈലറ്റ് പറഞ്ഞു, സെക്കൻഡ് പൈലറ്റിനെ വിട്ടിട്ട് പറഞ്ഞു, ഒന്ന് കാര്യം ഒന്ന് ഹാൻഡിൽ ചെയ്തിട്ട് വരൂ. അപ്പോൾ അദ്ദേഹം പോയി പറഞ്ഞപ്പോൾ സ്ത്രീ പറഞ്ഞു, ഞാൻ ഒരിക്കലും ഇവിടുന്ന് പോവില്ല, ഇവിടെ സീറ്റ് ഒഴിവുണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു, നിങ്ങളെ പോലീസ് പിടിക്കും. അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് പൈലറ്റ് പറഞ്ഞത്, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. പറയുമല്ലോ മൊയ്തീനെ ആ ചെറിയ സ്ക്രൂ ഡ്രൈവറുകൾ എടുക്കുന്ന പറഞ്ഞ പോലെ, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞു പോയി. ആ സ്ത്രീയുടെ ചെവിയിൽ എന്തോ പറഞ്ഞു. സ്ത്രീ പെട്ടെന്ന് ഓടിപ്പോയി, അയ്യോ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല, ഇങ്ങനെയാവുമെന്ന് വിചാരിച്ചിട്ടില്ല, സോറി 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 എന്ന് പറഞ്ഞ് തിരിച്ചു വന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ലാസ്റ്റ് എല്ലാവർക്കും ഭയങ്കര ക്യൂരിയോസിറ്റി ആയി, പൈലറ്റ് എന്താണ് സത്യത്തിൽ ഇവരോട് പറഞ്ഞത്. പൈലറ്റിനോട് ചോദിച്ചു. പൈലറ്റ് പറഞ്ഞു, എന്റെ വീട്ടിൽ ഇതുപോലെ ഒന്നുണ്ട്, ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ, മാഡം ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല, പക്ഷെ ഈ ബിസിനസ് ക്ലാസ് നേരിട്ട് പോകുന്നത് ലണ്ടനിലേക്കല്ല, അത്രേ പറഞ്ഞുള്ളൂ. അപ്പൊ നമ്മുടെ കൂടെയുള്ള ചില ആളുകളെ സ്വാധീനിക്കാൻ ഇത്രയ്ക്കൊക്കെ പറഞ്ഞാൽ മതിയാവും. വലിയ വലിയ കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. വേറൊരു ചോദ്യം ചോദിച്ചോട്ടെ. 4 പേരും തമ്മിൽ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നോ? നല്ല കൊളാബറേഷൻ ഉണ്ടായിരുന്നോ? എന്തെങ്കിലും രീതിയിലുള്ള കൊളാബറേഷൻ ഉണ്ടായിരുന്നോ 4 ജീവികളും തമ്മിൽ? ഹലോ, ഇല്ല. കൊളാബറേഷൻ ഇല്ലെന്ന് വേണം കരുതാൻ. കാരണം എന്താന്ന് പറഞ്ഞാൽ യാതൊരു രീതിയിലുള്ള കൊളാബറേഷനും അവര് തമ്മിൽ ഉണ്ടായിരുന്നില്ല. കൊളാബറേഷൻ ഈസ് കോമൺ സെൻസ്. ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്ന ഒരു കാര്യമാണ് കൊളാബറേഷൻ. 1+1 ആൻസർ ഒന്ന് പറയാമോ? ഹലോ, 1+1 1111 സർ. 1211 സാർ പറഞ്ഞു. 1+1 2 എന്നാണ് നമ്മൾ സാമാന്യപതി മനസ്സിലാക്കുന്നത്. മാത്തമാറ്റിക്കലി 1:1 ആണ്. പക്ഷെ ഒന്നും ഇമ്മിണി വലിയ ഒന്നാണെന്ന് പഠിപ്പിച്ച മലയാളത്തില് ഏറ്റവും നല്ല വ്യാഖ്യാനം തന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നാട്ടുകാരാണ് നമ്മളൊക്കെ. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിളില് പറയുന്ന ഒരു പോയിന്റാണ് സിനർജി. അത് തന്നെയാണ് 1+1 എന്ന് പറയുന്നത്, ഇമ്മിണി വലിയ ഒന്നാണെന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ഒരു പാമും ഫിസ്റ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. ഏതാണ് പവർ കാണിക്കുന്നത്? പാമാണോ ഫിസ്റ്റ് ആണോ? ഫിസ്റ്റ് ആണ്. ഫിസ്റ്റ് ഒന്നിച്ച്
ഉറച്ചു നിൽക്കുമ്പോഴേ അതിന് പവർ ഉണ്ടാവുള്ളൂ. ആരും മുദ്രാവാക്യം വിളിക്കുമ്പോ ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കാറില്ല, ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കാറുള്ളൂ. കാരണം ഇപ്പൊ ഇലക്ഷന്റെ സമയമായതുകൊണ്ട് നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന കാര്യമാണ്. ഇത് എന്തിൻ്റെതാണെന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. സത്യത്തിൽ ജിയോ എന്ന പദം ഉണ്ടായത് എവിടുന്നാണ്? ഓയിൽ എന്നതിനാണ്. ഓയിൽ. നേരെ മിറർ ഇമേജ് നോക്കുമ്പോ ഓയിലാണ്. ഇന്ന് ജിയോയുടെ പമ്പുകൾ, നമുക്ക് പെട്രോൾ പമ്പുകൾ ഉണ്ട് അല്ലെ, കണ്ടിട്ടില്ലേ? ജിയോയും BP-യും ചേർന്നുള്ള പെട്രോൾ പമ്പ്, അവർ തമ്മിൽ കൊളാബറേഷൻ ആണ്. മാരുതി സുസുക്കി രണ്ടും രണ്ടാണ്. ആമസോൺ, മെറ്റ, എന്തിന് നമ്മുടെ ISRO പോലും ഇപ്പോൾ കൊളാബറേറ്റ് ചെയ്തിരിക്കുന്ന എലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായിട്ട് കൊളാബറേഷൻ ചെയ്തു ആണ് നടക്കുന്നത്. അപ്പൊ കൊളാബറേഷൻ ഈസ് കോമൺ സെൻസ്. കൂടുതലൊന്നും പറയണ്ട. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യം നോക്കിയാൽ മതി. NDA കൊളാബറേഷൻ ആണ്, UDF കൊളാബറേഷൻ ആണ്, LDF കൊളാബറേഷൻ ആണ്. ശരിയല്ലേ? ഇപ്പോഴും കുറെ ആളുകൾ കൊളാബറേറ്റ് ചെയ്യാൻ മടിയാണ്. ഞാൻ ഒറ്റയ്ക്ക് നിന്നാലേ ശരിയാവൂ എന്നുള്ള ഒരു വിശ്വാസത്തിലാണ്. പക്ഷെ കൊളാബറേഷൻ കോമൺ സെൻസ് ആണ്. ഈ കൊളാബറേഷൻ കൊണ്ടുണ്ടാകുന്ന എനർജിക്ക് പറയുന്ന പേരാണ് സിനർജി. ആ വീഡിയോ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ പ്ലേ സാറേ പ്ലേ ആവുന്നില്ല. പ്ലേ ആയിട്ടല്ല കാണുന്നത്, സ്റ്റില്ലാണ്. ഇതാണ് സിനർജി. കാരണം സിനർജിയിൽ നമ്മൾ വിശ്വസിക്കണം. അതപ്പോ നമുക്ക് ഈ കഥ പറഞ്ഞു തരുന്ന മറ്റൊരു പാഠമാണ് കൊളാബറേഷൻ ഈസ് കോമൺ സെൻസ്. ഇപ്പോ നമുക്ക് പുതിയ കാലത്ത് നമുക്കറിയാം ChatGPT-യും AI-യുമാണ് എല്ലായിടത്തും ഉള്ളത്. എന്ത് കാര്യം വേണമെങ്കിലും എന്ത് മാത്രം നോക്കിയാൽ മതി? ChatGPT മാത്രം നോക്കിയാൽ മതി. നമുക്കൊരു ട്രെയിനിങ്ങിന്റെ ടോപ്പിക് ഉണ്ടാക്കണമെങ്കിൽ വളരെ വൃത്തിയായിട്ട് നമ്മൾ ആരോട് ചോദിച്ചാൽ മതി? ChatGPT-യോട് ചോദിച്ചാൽ മതി. അതിന് കുറെ സീക്വൻസുകൾ ഉണ്ട്. ആ രീതിയിൽ ചോദിച്ചാൽ എത്ര സമയത്തേക്കുള്ള ടോപ്പിക്കുകൾ വേണമെങ്കിലും നമുക്ക് റെഡിയാണ്. ആരെങ്കിലും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടോ? ഹലോ 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 യെസ് സർ, ഉണ്ട്. ആ, ഒന്നും വേണ്ട, നമുക്ക് എല്ലാം ഇപ്പൊ അടുത്ത് തന്നെ വന്നിട്ടുണ്ടായിരുന്നു പ്രിസ്ക്രിപ്ഷനുകള്. നമുക്ക് ഏറ്റവും നല്ല പ്രിസ്ക്രിപ്ഷനുകൾ അതിൽ നിന്ന് കിട്ടും. ലോ പോയിന്റ്സ്, ഏറ്റവും നല്ല ലോ പോയിന്റ്സ്, എങ്ങനെ വാദിക്കണം എന്നുള്ള ലോ പോയിന്റ്സ് അവിടെ നിന്ന് കിട്ടും. എല്ലാം കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പൊ അവർക്ക് ഇത് കിട്ടുന്നത്, ChatGPT-ക്ക് ഇത് കിട്ടുന്നത് ഒരുപാട് സൈറ്റുകളിൽ നിന്നും അതിനുമായിട്ടുള്ള ഒരു കൊളാബറേഷൻ വഴിയാണ് അത് കിട്ടുന്നത്. അപ്പൊ കൊളാബറേഷൻ ഈസ് കോമൺ സെൻസ്. അത് നമ്മൾ മനസ്സിലാക്കുക. വാട്ട് ഡിഡ് ദ മൗസ് ഡു വെൻ ഷീ സോ ദ മൗസ് ട്രാപ്പ്? മൗസ് ട്രാപ്പ് കണ്ടപ്പോൾ മൗസ് എന്ത് ചെയ്തു? മൗസ് ട്രാപ്പ് പേടിച്ചു, അതായത് പാനിക്കായി അല്ലെ? അതല്ലേ ഉണ്ടായത്? പാനിക്കായി. ഇത് ആരുടെ ചിത്രമാണെന്ന് പറയാമോ? ഹലോ, സിദ്ധാൻ സാജു സാറാണ് പറഞ്ഞത് തോന്നുന്നു. ഓക്കെ, സിദ്ധാന്റെ ചിത്രമാണ്. നമുക്ക് ആർക്കും മറക്കാൻ കഴിയാത്ത ഒരു പേരാണ് സിദ്ധാൻ. ലോകം മുഴുവനുമുള്ള ഫുട്ബോൾ ആരാധകർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത പേരാണ്. കാരണം ക്യാപ്റ്റൻ എന്ന നിലയിൽ സ്വന്തം മികവ് കൊണ്ട് 1998 ഫ്രാൻസിന് ലോകകപ്പ് നേടിക്കൊടുത്ത പ്രതിഭാധനനായിട്ടുള്ള ഒരു ക്യാപ്റ്റനായിരുന്നു സിനദൻ സിദാൻ. അതുപോലെ തന്നെ 2006 വേൾഡ് കപ്പ് ഫ്രാൻസിന് തന്നെയാണെന്ന് ഉറപ്പിച്ചതാണ്. കാരണം ഫൈനലിൽ ഇറ്റലിക്കെതിരെയായിരുന്നു മത്സരം. ആദ്യ ഗോൾ സിദാൻ സ്കോർ ചെയ്തു ഒരു പെനാൽറ്റി കിക്കിലൂടെ. അത് അദ്ദേഹത്തിന്റെ അവസാന മത്സരം കൂടിയായിരുന്നു. പക്ഷേ കളിക്കിടയിൽ അവസാന നിമിഷങ്ങളിൽ മറ്റൊരാസി എന്ന എതിർ കളിക്കാരന്റെ കമന്റുകൾക്ക് അദ്ദേഹം കൊടുത്ത മറുപടി തല കൊണ്ട് അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് ഇടിച്ചിട്ടായിരുന്നു. അദ്ദേഹം വീണു.
ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കാണിച്ചാൽ ഒറ്റ കാര്യം മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ, റെഡ് കാർഡ്. അപ്പൊ പ്രതിഭാധനനായിരുന്ന ഒരു ക്യാപ്റ്റൻ, ലോകത്തിലെ മികച്ച ഫുട്ബോളർ ആയിരുന്ന അദ്ദേഹം തന്റെ അവസാന മാച്ചിൽ കിരീടത്തിനു പകരം റെഡ് കാർഡ് വാങ്ങി പുറത്തു പോകേണ്ടി വന്നു. അത് ഒറ്റ കാരണം കൊണ്ടാണ്, അദ്ദേഹം പാനിക് ആയതുകൊണ്ടാണ്. കുറച്ച് സമയം അദ്ദേഹം പിടിച്ചു നിന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ആ ട്രോഫി കൊണ്ട് തന്നെ പോകാമായിരുന്നു. ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, ക്രൈസിസ് വന്നാൽ നമ്മൾ പാനിക് ആവുകയല്ല ചെയ്യേണ്ടത്, കാം ആവണം, കോൺഫിഡന്റ് ആവണം, കറേജോടെ കാര്യങ്ങൾ നേരിടണം. ഡോണ്ട് ബി അജിറ്റേറ്റഡ്. വാട്ട് ഇസ് DQ? DQ. ഹലോ, DQ കേട്ടിട്ടുണ്ടോ? ഡൈവേഴ്സിറ്റി കോഷ്യന്റ് ആണ്. നമ്മൾ പലരും വ്യത്യസ്തരാണ്. നമ്മുടെ കൂടെ നിരവധി തരത്തിലുള്ള ആളുകൾ ഉണ്ടാവും. കുറെ ആളുകൾക്ക് ജിറാഫിന്റെ ക്യാരക്ടർ ആയിരിക്കും, എന്താണ് അവിടെ നടക്കുന്നത് കാര്യങ്ങൾ മാത്രം അറിയേണ്ട ആളുകൾ. ചില ആളുകൾക്ക് ആമയുടേത് പോലെയാണ്, എല്ലാ കാര്യങ്ങൾക്കും ഞാൻ റെഡിയാണെന്ന് പറയും, ആവശ്യം വരുന്ന സമയത്ത് തലേ കാലൊക്കെ ഉള്ളിലാക്കിയിരിക്കുന്ന ചില സ്വഭാവക്കാരുണ്ടാവും. ഇനി വേറൊരു കൂട്ടരുണ്ട്, അവരെന്താന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ കേൾക്കും, ചില കാര്യങ്ങളിലൊക്കെ നല്ല അഭിപ്രായങ്ങൾ പറയും. അങ്ങനെയുള്ള ആളുകളും ഉണ്ടാകും. ചില ആളുകൾ ഭയങ്കര ആക്റ്റീവ് ആവും, പക്ഷെ എല്ലാ കാര്യങ്ങളും തമ്മിൽ കൊളാക്കി തരും. ഇങ്ങനെയുള്ള 4 തരത്തിലുള്ള ആളുകള് നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട്. അപ്പൊ ഇവരെ എല്ലാവരെയും ഒത്തിണക്കി കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു ലീഡറെ സംബന്ധിച്ചിടത്തോളം വരുന്ന ഏറ്റവും വലിയ ചലഞ്ച്. അത് മനസ്സിലാക്കണമെങ്കിൽ ഒറ്റ കാര്യം വിചാരിച്ചാൽ മതി, ആരും ഒരുപോലെയുള്ള ആളുകളല്ല, ഡൈവേഴ്സിറ്റി ഉണ്ടായിരിക്കും. ഡൈവേഴ്സിറ്റിയാണ് റിയാലിറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്നൊരു ടീമിനെ നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ ഒരു ലീഡർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് ട്രസ്റ്റ്. ഒരു പരസ്യവാചകം ഉണ്ടായിരുന്നു, വിശ്വാസം അതല്ലേ എല്ലാം. ഇവിടെ ഈ ആന എന്തിനാണ് അതിൽ നിന്ന് പിടിവിട്ടത്? ഹലോ, ആന പിടിവിടാൻ കാരണം എന്താണ്? ഹലോ, ബേർഡിനെ പോലെ പറക്കുന്നതിന് വേണ്ടി. ആന പിടിവിടാനുള്ള കാരണം വിശ്വാസം. ആരിലുള്ള വിശ്വാസം? ആ കുരങ്ങൻ പിടിക്കുമെന്നുള്ള വിശ്വാസം അല്ലേ? കുരങ്ങ് നിൽക്കുന്ന പോലെ നിൽക്കാന്ന് വിചാരിച്ചു. കുരങ്ങ് നിൽക്കുന്ന പോലെ നിൽക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു. അതില് പിടിക്കാൻ, പിടിക്കുമെന്നുള്ള വിശ്വാസം കൊണ്ടാണ് അവിടുന്ന് പിടിവിട്ടത്. അതാണ് നമ്മുടെ ഒരു പരസ്യവാചകമുണ്ടല്ലോ, വിശ്വാസം അതല്ലേ എല്ലാം. യു ആർ നോട്ട് ടു ബിഗ് ടു ഫാൾ. നമ്മൾ ആരും അത്ര വലുതല്ല. ഈ കഥയിൽ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു, എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു. കൗ പറഞ്ഞു, ബ്ലഡി ഫുൾ, ലോകത്തെ ഏതെങ്കിലും ഒരു പശു ഒരു മൗസ് ട്രാപ്പിൽ കുടുങ്ങി മരിച്ചതായിട്ട് നീ കേട്ടിട്ടുണ്ടോ എന്ന്. നമുക്ക് കോൺഫിഡൻസ് ആവാം, ഓവർ കോൺഫിഡൻസ് ആവരുത്. കാരണം മുതലയ്ക്ക് അറിയില്ല, അല്ലെങ്കിൽ ചീങ്കണ്ണിക്ക് അറിയില്ല നമ്മൾ ലീഡറാണ്, നമ്മൾ പുലിയാണെന്നുള്ളത്. കോൺഫിഡൻസ് ആവാം, ഓവർ കോൺഫിഡൻസ് ആവരുത്. ഈ രംഗങ്ങളും പലപ്പോഴും നമ്മൾ കാണുന്നതാണ്. ചില ആളുകൾ ബൈക്കിൽ പോകുന്ന ഒരു കാര്യമുണ്ട്. ഈ രണ്ടാളുകളുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, പക്ഷെ നമുക്ക് മൗസ് ട്രാപ്പ് ലീഡർഷിപ്പ് ആ കഥ കാണിച്ചു തരുന്ന ഒരു പാഠമാണ്. നമ്മൾ കോൺഫിഡന്റ് ആവാം, ഓവർ കോൺഫിഡന്റ് ആവരുത്. മറ്റൊന്ന്, ആ കഥയിൽ നിന്നും വരുന്ന മറ്റൊരു പാഠമാണ് ഫാസ്റ്റൻ യുവർ സീറ്റ് ബെൽറ്റ്. നമ്മൾ എപ്പോഴും സുസജ്ജരായിരിക്കണം, പ്രിക്വേഷൻസ് എടുക്കണം. ഇവിടെ പ്രിക്വേഷൻസ് എടുക്കാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നോ ഈ കഥയില്? പ്രിക്വേഷൻസ് എടുക്കാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഹലോ, പ്രിക്വേഷൻസ് എടുത്തവരാരും ഇല്ലായിരുന്നു. ആരും എടുത്തില്ല. കഥയിൽ പ്രത്യേകിച്ച് നോക്കുമ്പോ ഒരാള് പ്രിക്വേഷൻ എടുക്കാത്ത ഒരാളുണ്ട്.
കർഷകന്റെ ഭാര്യ രാത്രിയായിരുന്നു, ഒരു സൗണ്ട് കേട്ടപ്പോ ഓടി ചെല്ലേണ്ട ആവശ്യമില്ലല്ലോ, അറ്റ്ലീസ്റ്റ് അവർക്ക് ആ ലൈറ്റ് ഇട്ടിട്ടെങ്കിലും പോകാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്ത് കൊള്ളില്ലായിരുന്നു? പാമ്പിന്റെ കടി കൊള്ളില്ലായിരുന്നു. എപ്പോഴും നമ്മൾ പ്രിക്വേഷൻസ് എടുക്കണം. നമ്മുടെ മൊബൈൽ, നമ്മൾ കുട്ടികളെ എപ്പോഴും പറയാറുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ മൊബൈലിന്റെ സ്ക്രീൻ ടൈം ഒന്ന് നോക്കിയാൽ മതി, എത്ര മണിക്കൂർ നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടെന്ന്, ഓരോ ആപ്പുകളും നമ്മൾ എത്ര സമയം ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള. കാരണം നമ്മുടെയൊക്കെ അറ്റൻഷൻ പീരീഡ് എത്ര സമയമുണ്ട് ഇപ്പോ? അറ്റൻഷൻ പീരീഡ്, നമ്മുടെ അറ്റൻഷൻ പീരീഡ് 45 minutes. വളരെ കുറവ്. അതായത് ഇപ്പോഴത്തെ അവസ്ഥയില് നമ്മൾ കാണുന്ന ഒരു റീലിന്റെ പകുതി സമയമേ അറ്റൻഷൻ പീരീഡ് ഉള്ളൂ. കാരണം നല്ല റീൽ അല്ലെങ്കിൽ നമ്മൾ മാറ്റും. നമ്മുടെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു. കുട്ടികളുടെ, നമ്മൾ എപ്പോഴും പറയാറുണ്ടെങ്കിലും നമ്മുടെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു വരികയാണ്. ഏറ്റവും നല്ലത് നമുക്ക് സ്ക്രീൻ ടൈം കുറച്ചാൽ ഏറ്റവും നല്ലതാണ്. നമ്മൾ സ്ഥിരം പറയാറുള്ള കുറെ കാര്യങ്ങളാണ്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരുപാട് ആക്റ്റീവ് ആക്കണം, പക്ഷെ അതിനൊക്കെ കുറച്ച് സമയങ്ങൾ നമ്മൾ തന്നെ നിശ്ചയിച്ചാൽ ഏറ്റവും നല്ലതാണ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇനി ട്രെയിനർമാരോട് കൂടുതലായിട്ടും പറയുന്നില്ല. കാരണം നമ്മൾ തന്നെ കുട്ടികൾക്കും എല്ലാവർക്കും ക്ലാസ് എടുക്കുന്നതാണ്. മൊബൈലിന്റെ ഉപയോഗം കുറയ്ക്കണം എന്നുള്ളത്. അത്യാവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം, പക്ഷേ നമ്മൾ എപ്പോഴും സുസജ്ജരായിരിക്കണം. പ്ലെയിനിൽ കയറി ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് എയർ ഹോസ്റ്റസ് നമ്മളോട് വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ക്യാബിനിൽ പ്രഷർ കുറഞ്ഞാൽ ആദ്യം നമ്മൾ താഴത്തേക്ക് മാസ്ക് വരും, മാസ്ക് നമ്മൾ നമ്മുടെ മുഖത്താണ് ആദ്യം വെക്കേണ്ടത്, അത് കഴിഞ്ഞിട്ട് മതി മറ്റേ ആൾക്ക് വെച്ച് കൊടുക്കേണ്ടതെന്നുള്ളത്. ശരിയല്ലേ? അപ്പൊ നമ്മൾ തന്നെ വേണം പ്രിക്വേഷൻസ് എടുക്കാൻ. ഇവിടെ ഈ ഒരു കഥയില് നമ്മുടെ കർഷകൻ മൗസ് ട്രാപ്പ് വാങ്ങാൻ പാടുമായിരുന്നോ ഇല്ലായിരുന്നോ? കർഷകനെ സംബന്ധിച്ചിടത്തോളം മൗസ് ട്രാപ്പ് വാങ്ങിയത് ശരിയാണോ തെറ്റാണോ? വാങ്ങാമായിരുന്നു. വാങ്ങിയത് ശരിയാണ്. വാങ്ങിയത് ശരിയാണ്. ശരിയാ, ഓക്കെ. ഇനി വേറെ ആർക്കെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ? വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ? വേറെ രീതി കൊല്ലാവൻ നോക്കാമായിരുന്നു. വേറെ രീതിയിലെ എലിയെ കൊല്ലാവൻ നോക്കാമായിരുന്നു. വേണമെങ്കിൽ എലിയെ കൊല്ലാതെ നോക്കാമായിരുന്നു, അല്ലെങ്കിൽ ഒരു പൂച്ചയെ അല്ലെങ്കിൽ കർഷകന് ദ്രോഹം വരുന്ന ഭാഗത്ത് മാത്രം വെച്ചാലും മതിയായിരുന്നു, അല്ലെങ്കിൽ പൂച്ചയെ കൊണ്ടുവരാമായിരുന്നു. അല്ലെ, ഒരു പൂച്ചയെ കൊണ്ടുവരാമായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ധാന്യങ്ങളൊക്കെ ഇട്ടു വെക്കുന്ന പെട്ടി ഉണ്ടെങ്കിൽ അതൊന്ന് സ്ട്രെങ്തൻ ചെയ്താൽ മതിയായിരുന്നു. ശരിയല്ലേ? ഒരുപാട് കാര്യങ്ങളുണ്ട്. സംഭവം നമുക്ക് പറയാം, പുറത്തുനിന്ന് പറയാനൊക്കെ എളുപ്പമാണ്. പക്ഷെ ഈ കർഷകൻ അറിയില്ലല്ലോ, ഭാര്യ രാത്രി ഇത് സ്വിച്ച് ഒന്നും ഇടാതെ ഇതിൽ പോയി പിടിച്ചു നോക്കുന്നുള്ളത് കർഷകൻ അറിയില്ലല്ലോ. അപ്പൊ നമ്മൾ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും അല്ലെങ്കിൽ എല്ലാ പ്രവൃത്തികളും എപ്പോഴും ശരിയാകണമെന്നില്ല. APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു ഫെയിൽ നെവർ ഗിവ് അപ്പ്, ബിക്കോസ് ഫെയിൽ മീൻസ് ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ്. നമ്മൾ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും എപ്പോഴും ശരിയാകണമെന്നില്ല. പക്ഷെ അതോർത്ത് ഈ കർഷകൻ ഇങ്ങനെ ഒരുപാട് ഭക്ഷണം ഒന്നും കഴിക്കാതെ അയ്യോ ഞാൻ കാരണമാണല്ലോ ഇതൊക്കെ സംഭവിച്ചത് എന്ന് ഇതാക്കി കഷ്ടപ്പെട്ടിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നമ്മൾ എപ്പോഴും നല്ല ഡിസിഷനുകൾ എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വന്ന കാര്യം വന്നു, അയാൾക്ക് ധൈര്യത്തോടു കൂടി ജീവിക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം ആ ഒരു സ്റ്റേജിൽ നിന്നും മാറിപ്പോയി. ലാസ്റ്റ് വാട്ട് ഹാപ്പൻ ടു ദി മൗസ്? മൗസിന് എന്ത് സംഭവിച്ചു? ബാക്കിയുള്ള ആളുകളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞല്ലോ, മൗസിന് എന്ത് സംഭവിച്ചു? മൗസ് ഒറ്റയ്ക്കായി പോയി, മൗസ് ഹാപ്പിയായി. ഇനി വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഞാൻ എന്തായാലും ആ ചിത്രം കാണിക്കാം. ഇപ്പോഴത്തെ മൗസിന്റെ അവസ്ഥ ഇതാണ്. മൗസാണ് അവിടുത്തെ എല്ലാതും. പക്ഷെ മൗസ് ആരെയും മറന്നിട്ടില്ല. എല്ലാവരും ആ ചിത്രത്തിലുണ്ട്, കർഷകനും ഭാര്യയും.
തന്നെ താനാക്കി മാറ്റിയ കൗവുണ്ട്, ഗോട്ടുണ്ട്, ഹെന്നുണ്ട്, പിന്നെയോ എവിടെ നിന്നോ വലിഞ്ഞു കയറി വന്ന സ്നേക്ക് ഉണ്ട്. പിന്നെ തന്റെ ഭാഗ്യ ചിഹ്നമായിട്ടുള്ള മൗസ് ട്രാപ്പ് ഉണ്ട്. തന്റെ പഴയ മാളം വാടകയ്ക്ക് വെച്ചിരിക്കുകയാണ്. അവിടെ അങ്ങനെ രാജാവായിട്ട് കഴിയുകയാണ്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. യു ആർ നെവർ ടു സ്മാൾ ടു ബി ബിഗ്. നമ്മൾ വലുതാവാതിരിക്കാൻ മാത്രം ചെറുതല്ല. എപ്പോഴാണ് എന്താണ് സംഭവിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല. കുറെ ആളുകൾക്കുണ്ട്, ഇനി ഞാൻ ചെയ്താൽ ശരിയാവുമോ, എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മെസ്സേജ് ആണ് യു ആർ നെവർ ടു സ്മാൾ ടു ബി ബിഗ്. നമ്മൾ ഈ ഒരു മൗസ് ട്രാപ്പിന്റെ ഒരു കഥ നമ്മൾ കറക്റ്റ് 8 മണിക്ക് നിർത്താം എന്നുള്ള ഒരു കണക്കുകൂട്ടൽ തന്നെ ആയിരുന്നു. എന്തായാലും 8 മണി വരെയാണല്ലോ ടൈം സർ. ഓക്കെ, നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാനിത് ഒന്ന് ക്രോഡീകരിച്ച് പറയുന്നത്. മൗസ് ട്രാപ്പ് നമുക്ക് പറഞ്ഞു തന്ന ഒരു കാര്യം, നമ്മൾ ആശയങ്ങൾ ഇൻഫ്യൂസ് ചെയ്യണം. ദെൻ നല്ലൊരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റർ ആകണം. കൊളാബറേഷൻ ഈസ് കോമൺ സെൻസ്. കൊളാബറേഷൻ ആണ് ഇനിയുള്ള കാലങ്ങളിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് മുഴുവൻ കൊളാബറേഷൻ ആണ്. പാനിക് ആവരുത്. നമ്മൾ ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ കൂളായിട്ട് കാമായിട്ട് നമ്മൾ പെരുമാറണം. ദെൻ ഡൈവേഴ്സിറ്റി എന്നത് റിയാലിറ്റി ആണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ട്രസ്റ്റ് ഉണ്ടാവണം. നമ്മൾ നമ്മുടെ സീറ്റ് ബെൽറ്റ് എപ്പോഴും നമ്മൾ പ്രിക്വേഷൻസ് എടുക്കാൻ തയ്യാറാകണം. കോൺഫിഡന്റ് ആവാം, ഓവർ കോൺഫിഡന്റ് ആവരുത്. കൃത്യമായ തീരുമാനങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. യു ആർ നെവർ ടു സ്മാൾ ടു ബി ബിഗ്. വലുതാകാതിരിക്കാൻ മാത്രം ചെറുതല്ല നമ്മൾ ആരും. ഇപ്പോഴാണ് പണ്ട് ദാസൻ വിജയനോട് ചോദിച്ചത്, ഈ ബുദ്ധി നമുക്ക് എന്താണ് നേരത്തെ തോന്നാതിരുന്നത്? പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഇതാണ് നമ്മുടെ സമയം. ഡിയർ ഫ്രണ്ട്സ്, ഇത് തന്നെയാണ് നമ്മുടെ സമയം. മാജിക്കുകൾ കാണിക്കാനുള്ള നമ്മുടെ സമയം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കുറെ കാര്യങ്ങൾ മാത്രമാണ്, പക്ഷെ നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യാൻ തയ്യാറാകാത്തത് മാത്രമാണ് നമ്മുടെ ഒരു ചെറിയൊരു പ്രശ്നം. ഇപ്പൊ ദാസനും വിജയനും പറഞ്ഞ കാര്യം, ഇത് തന്നെയാണ് നമ്മുടെ സമയം എന്ന് വിചാരിക്കുക. ഞാൻ കൃത്യസമയത്തായിട്ട് നിർത്തി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ സംസാരിക്കാം. ഹലോ. യെസ് സർ. വളരെ നല്ല ക്ലാസ്. ഇനി ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സമയമാണ്. സംശയങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചോദിക്കാവുന്നതാണ്. സംശയങ്ങളൊന്നും ചോദിക്കണ്ട, അഭിപ്രായം മാത്രം മതി. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതെല്ലാം അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും അഭിപ്രായം പറഞ്ഞോളട്ടെ. പറയൂ സർ. സാർ, വളരെ ഞങ്ങളൊക്കെ ക്ലാസ് എടുക്കുന്നതാണ്. നമ്മളൊക്കെ സാധാരണ ഒരു കഥ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ കഥ അങ്ങ് പറഞ്ഞ് തീർന്നു, പിന്നെ നമ്മൾ വിഷയത്തിലേക്ക് അങ്ങ് പോകും വേറൊരു സ്റ്റൈലില്. പക്ഷെ സാറിന്റെ സ്റ്റൈല് ഒരു കഥ കൊണ്ടുവന്ന് ആ കഥയിലൂടെ തന്നെ സാറിന്റെ സബ്ജക്റ്റ് മുഴുവൻ അവതരിപ്പിച്ച് വളരെ സരസമായിട്ട് നല്ല രൂപത്തിലും നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. നല്ല PPT ആയിരുന്നു. കൺഗ്രാറ്റ്സ് സാർ. അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. താങ്ക് യു. ഇടയ്ക്കൊരു കാര്യം പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. കർഷകന്റെ ഭാര്യ പേഷ്യൻസ് കാണിച്ചില്ല അല്ലെ? അതൊരു ക്ഷമ കാണിച്ചില്ല. ക്ഷമയില്ല. അതാണ് സത്യത്തിൽ ഈ പ്രോബ്ലം മുഴുവൻ ഉണ്ടാക്കിയത്. ഇതിൽ ശരിക്കും ഈ ഒരു ബുക്കിൽ ഒരുപാടുണ്ട്. 22 ലെസണുകളോളം വന്നിട്ടുണ്ട്. നമ്മൾ 10 എടുത്തുള്ളൂ. മനോജ് വാസുദേവിന്റെ ദ മൗസ് ട്രാപ്പ് മാസ്റ്ററിംഗ് ലീഡർഷിപ്പ് ഇൻ മൗസ് ട്രാപ്പ് വേ എന്നുള്ള പുസ്തകത്തിലെ ഇതൊരു ക്ലാസിന്റെ ഫീലിംഗ് അല്ല സാറേ, ഒരു കഥ കേൾക്കുന്ന സിനിമ കാണുന്ന ഫീലിംഗിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയായിരുന്നു. വളരെ നന്ദി കേട്ടോ. താങ്ക് യു സർ. താങ്ക് യു. എല്ലാവരും എൻജോയ് ചെയ്തു കേട്ടോ. റിലാക്സ്ഡ് ആയിരുന്നു, എൻജോയ് ചെയ്തു. താങ്ക് യു. Okay, thank you. You're smiling throughout. That is something very good. It's rarely we see
Professor Arman, who talks, always smiling and talking. It's very pleasant to hear. Thank you so much. Thank you, sir. Thank you. Thank you. അരുൺ സാറേ, പറയൂ സാർ. സതീഷ് സാർ പറഞ്ഞു. ഗംഭീര സെഷനായിരുന്നു. എന്തായാലും ഒരു മോഡൽ ട്രെയിനർ എങ്ങനെയാവണം, പ്രത്യേകിച്ച് എല്ലാവർക്കും ഒരു മാതൃകയായിട്ടുള്ളൊരു സെഷനായിരുന്നു. അത് PPT ആയാലും നമ്മൾ കുറേ പോയിന്റ്സ് ഒരു സെഷനിലേക്ക് ഇട്ട് കുറേ കഥകളൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ കുത്തി നിറയ്ക്കുന്നതിൽ നിന്ന് പകരമായിട്ട് ഒരു സിമ്പിളായിട്ടുള്ളത്, ഇപ്പോൾ കഴിഞ്ഞ ആ പെൻസിലിൻ്റെ കഥയാണെങ്കിലും ഈ ഒരു കഥയിലെ അതിനെ ഏറ്റവും വളരെ സിമ്പിളായിട്ട് ആഴത്തിൽ നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് സാറിന് സാധിച്ചു. അത് തന്നെയാണ് സാറിൻ്റെ വിജയം. സാറിൻ്റെ ഒരു പെക്യൂലിയാരിറ്റി നമ്മളൊക്കെ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഹാറ്റ്സ് ഓഫ്, വണ്ടർഫുൾ സെഷൻ. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു. പറയൂ സാറേ. നമസ്കാരം. അരുൺ രവി സാറിലെ ട്രെയിനറിന്റെ ഒരു ഫാനാണ് ഞാൻ. സാറിന്റെ ട്രെയിനിങ്ങില് നമ്മള് അറിയുന്ന പോയിന്റുകൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന രീതി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് സത്യത്തില്. അതിങ്ങനെ ഒരു ഒഴുക്കാണ്, നല്ലൊരു എന്താ പറയാ, പോയട്രിയെ കുറിച്ച് പറയാറുണ്ട്. പോയട്രി ഈസ് എ സ്പോണ്ടേനിയസ് ഫ്ലോ ഓഫ് പവർഫുൾ ഇമോഷൻസ് പറഞ്ഞത് വേഴ്സ്വർത്താന്നാണ് എന്റെ ഓർമ്മ. അതുപോലെ ഒരു സുഖകരമായിട്ടുള്ള ഒരു ഒഴുക്കായിരിക്കും ആദ്യം മുതൽ അവസാനം വരെ. അതിന്റെ ആ ഒരു അനുഭവം ഞാൻ മുമ്പുള്ള ക്ലാസ്സുകളിൽ ഇപ്പം എന്താ പറയാ, എനിക്ക് തോന്നുന്നു സ്റ്റേജ് വാറില് സാറിന്റെ പെർഫോമൻസ് എല്ലാം കണ്ടതാണ് ഞാൻ. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂറ്റി തന്നെയായിട്ടാണ് ഇതിനെ ഫീൽ ചെയ്യുന്നത്. സോ ഹാറ്റ്സ് ഓഫ് ടു യു സർ. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു. മോർ സെഷൻസ് ഫ്രം യു. അരുൺ സാറേ, ഞാൻ യാത്രയിലാണ്, അതുകൊണ്ടാണ് ഈ വീഡിയോ ഓൺ ചെയ്യാത്തത് കേട്ടോ. ഞാൻ യാത്രയിലാണെങ്കിലും ഉടനീളം ഞാനത് ഐ വാസ് എൻഗ്രോസ്ഡ് അറ്റൻഷൻ തന്നെയായിരുന്നു. ഞാൻ ട്രാഫിക്കിൽ പ്രശ്നം ഉണ്ടാവരുത്, പതുക്കെ സൈഡിലൂടെ പതുക്കെ പോവായിരുന്നു, അറ്റൻഷൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിവേ, ഞാൻ ഈ സാറി പറഞ്ഞ കഥ ഞാൻ മുതിർന്നവരുടെ ഒരു ഗ്രൂപ്പിൽ അവതരിപ്പിച്ചപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ റെസ്പോൺസും ഈ കഴിഞ്ഞ ദിവസം കുട്ടികളുടെ ഇടയിൽ അവതരിപ്പിച്ചു. അവര് പറഞ്ഞിട്ടുള്ള മറുപടി തന്നെ ശരിക്കും എന്താ പറയാ, നമ്മൾ ഇവിടെയൊക്കെ ട്രെയിനേഴ്സ് മുതിർന്നവരാണ്, പക്ഷെ കൊച്ചുകുട്ടികളുടെ നിന്ന് കിട്ടിയ മറുപടി തന്നെ ഭയങ്കരമായിട്ട് എന്താ പറയാ, വിശ്വസിക്കാൻ പറ്റില്ല. അവർ പറഞ്ഞ ചില മറുപടികളും ആ കോഴി എന്താണ്, അപ്പൊ തമാശ രൂപത്തിൽ അവർ പണയുന്ന ഒരിക്കലും സാർ അവതരിപ്പിച്ചത് അത്രയും സൂപ്പറായിരുന്നു, നല്ല ഇതായിട്ട്. ആ ഒരു ബിക്കോസ് ആ ഒരു ഒറ്റ കഥ കൊണ്ട് തന്നെ നമ്മുടെ തന്നെ ഒരു ഇൻട്രോസ്പെക്ഷൻ അല്ലെ, സെൽഫ് ഇൻട്രോസ്പെക്ഷൻ അത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. ഞാൻ ആ മത്സരത്തിൽ സാറിന്റെ സെഷൻ എനിക്ക് മിസ്സായി, എനിക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നു ഉച്ചയ്ക്ക്, അതുകൊണ്ട് തൃശ്ശൂർ നടന്ന് എനിക്ക് കാണാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ സാറിന്റെ ആ സ്റ്റാൻഡേർഡ് എന്താണ്, ക്വാളിറ്റി എന്താണ് എന്നുള്ളത്, ഇറ്റ് വാസ് റിയലി ലാസ്റ്റ് 1 hour വർത്ത് ലിസണിങ് ടു യു സർ, വർത്ത് ലിസണിങ്. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു. അരുൺജി, എനിക്ക് പറയാനുള്ളത്, എല്ലാ ട്രെയിനേഴ്സും ഇങ്ങനെ കുത്തി നിറച്ച് പോയിന്റുകൾ അവതരിപ്പിക്കുന്നതിന് പകരം പറയാൻ ഉദ്ദേശിച്ച പോയിന്റുകൾ അടുക്കും ചിട്ടയോടുകൂടി ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. അത് കാരണം കേട്ടിരിക്കുന്നവർക്ക് അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി. ആ ക്ലാരിറ്റിയാണ് ഇതിനെ കുറിച്ച് പറയാൻ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. താങ്ക് യു. ഇനിയും ആരെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയാവുന്നതാണ്. തികച്ചും വ്യത്യസ്തമായ ഒരു സെഷൻ ആയിരുന്നു സാറിൻ്റെത്. സാധാരണ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു 5-6 പോയിന്റ്സും കൊണ്ടുവന്ന് അതിനെക്കുറിച്ച് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ അതൊക്കെ എഴുതിയെടുത്ത് അതിങ്ങനെ നോക്കി അങ്ങനെയൊക്കെ ഒരു സെഷൻ തികച്ചും വ്യത്യസ്തമായിട്ടൊരു കഥ, ആ തുടക്കം മുതൽ അവസാനം വരെ ആ കഥയിൽ തന്നെ പോയി. അവസാനം നല്ലൊരു പാഠം ഞാൻ പഠിച്ചത്, യു ആർ നെവർ ടു സ്മോൾ ടു ബി ബിഗ്. വലുതാകാൻ പറ്റാത്ത അത്രയും ചെറുതല്ല നമ്മൾ എല്ലാവരും തന്നെ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി. അതിന്റെ ഇടയിൽ ഒത്തിരി കാര്യങ്ങൾ സാറ് പറഞ്ഞു തന്നു. വളരെ നല്ല സെഷനായിരുന്നു. ഭയങ്കര ഒരു വ്യത്യസ്തത പുലർത്തിയ ഒരു സെഷനായിരുന്നു എന്ന് പ്രത്യേകം പറയാൻ. അരുൺ സാറിന് എന്റെ പേരിലും KCTയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇനി ആർക്കെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അത് പറയാനുള്ള ഒരു അവസരം കൂടിയാണ്. അതെല്ലാം
നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ മാഡം. പറയൂ സാർ, പറയൂ. സാർ ചർച്ച വന്നപ്പോൾ സാറ് പറഞ്ഞു അവർ ആ മൗസിന്റെ ട്രാപ്പ് വാങ്ങാൻ പോയത് അതല്ലാതെ മറ്റു ഓപ്ഷൻസ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിനു മുമ്പ് അതൊരു അപകടകരമായ ഒരു അവസ്ഥയിലല്ലേ അങ്ങനെ മറ്റു ഓപ്ഷനിലേക്ക് നമ്മൾ ചിന്തിക്കുന്നത്. അതിനു മുമ്പത്തെ അവസ്ഥയിൽ ഇങ്ങനെ അവരുടെ വിളകൾ മൗസ് കൊണ്ടുപോകുമ്പോൾ ഏറ്റവും നല്ല ഓപ്ഷൻ ഒരു ട്രാപ്പ് വാങ്ങി വെക്കുക എന്നുള്ളതല്ലേ? സാറേ അതുണ്ട് സാർ, ശരി തന്നെയാണ് സാറ് പറഞ്ഞത്. ഓരോരുത്തരുടെയും വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ഇതിൽ ഓരോ അർത്ഥങ്ങൾ കിട്ടുന്ന ഒരു കഥയാണ്. നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഇത് നമ്മൾ എല്ലാ കാറ്റഗറിയിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഞാനിത് രണ്ട് കാറ്റഗറിയിലും, 3 കാറ്റഗറിയിലും വളരെ ചെറിയ കുട്ടികൾക്കും അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മിഡിൽ ലെവലുള്ളതും എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ തീരുമാനങ്ങളാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. അതിൽ നിന്നുള്ള ലെസണുകൾ പറഞ്ഞു വന്നു. ഞാൻ ആ ഒരു ബുക്കിനെ റെഫർ ചെയ്തുകൊണ്ട് അതിനുള്ള ലെസണുകൾ പറഞ്ഞു വന്നേ ഉള്ളൂ. നമ്മുടെ തീരുമാനങ്ങൾ തന്നെയാണ് ഫൈനൽ. നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാകണമെന്നില്ല, 100% ശരിയാകണമെന്നില്ല. തെറ്റുകൾ പറ്റുമ്പോൾ അതിൽ നിന്നും പുതിയ പാഠങ്ങൾ കണ്ടുപിടിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം. പൂച്ചയെ വളർത്താമായിരുന്നു, ഭാര്യയ്ക്ക് വേണമെങ്കിൽ ലൈറ്റ് ഇട്ട് പോകാമായിരുന്നു. ഇതൊക്കെ നമുക്ക് പുറത്തുനിന്ന് ഒരാൾക്ക് പറയാം. ആക്ച്വലി സംഭവിക്കുന്നത് റിയാലിറ്റിയും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത്രയേ ഉള്ളൂ സാർ. സാർ പറഞ്ഞത് ശരി തന്നെയാണ്. കഴിഞ്ഞോ? ഞാനേ ഒരു മീറ്റിംഗും പാരായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഓഫ്ലൈൻ മീറ്റിംഗും ഓൺലൈൻ കൂടെ ഒന്നിച്ചടിക്കും. അത് നടക്കുന്നു മുഖ്യ കേട്ടോ. ഓക്കെ സാർ, ഓക്കെ. കഴിഞ്ഞോ? ഫീഡ്ബാക്ക് കഴിഞ്ഞോ? ഫീഡ്ബാക്ക് കഴിഞ്ഞല്ലേ? അടിപൊളി തുടക്കം. നല്ല രസമായിരുന്നില്ലേ ക്ലാസ്? കഥയിലൂടെ എലിയുടെ കഥയൊക്കെ പറഞ്ഞ് ആൾക്കാരെയൊക്കെ. അപ്പൊ നമുക്കിനി എന്തൊക്കെ വോട്ട് ഓഫ് താങ്ക്സ് എന്ന കർത്തവ്യത്തിലോട്ട് കിടക്കാണ്. ഇന്ന് MC ആയിട്ട് എത്തേണ്ടിയിരുന്ന ജാസ്മിന് വരാതെപ്പോയി. എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് അയച്ചിരുന്ന ജാസ്മിന് ആദ്യം നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതിനുശേഷം നമ്മുടെ സെക്രട്ടറി സൈജു സാർ എപ്പോഴും എന്ത് പറഞ്ഞാലും സാർ എല്ലാത്തിനും റെഡി ആയിരിക്കും. സാറിന് വന്ന് വെൽക്കം സ്പീച്ച് പറഞ്ഞ് ഞങ്ങളെല്ലാരെയും വെൽക്കം ചെയ്തതിന് സാറിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രസിഡന്റായ PV ജോസഫ് സാറിന്റെ ഒരു മുഖ്യതയിലൂടെയാണ് ഈ ഉറവ് വെബിനാർ നടക്കുന്നതിന്റെ. സാറിന്റെ സ്പീച്ചിന് വളരെയധികം നന്ദി പറഞ്ഞുകൊള്ളുന്നു. നമ്മുടെ ഇൻട്രഡക്ഷൻ ചെയ്ത ജോസഫ് ജോൺ സാർ വളരെ വ്യത്യസ്തമായി തന്നെ നല്ലൊരു രീതിയിലാണ് ഇൻട്രഡക്ഷൻ പറഞ്ഞത്. റിസോഴ്സ് പേഴ്സണെ കുറിച്ചിട്ട് സാറിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എല്ലാത്തിലും അരുൺ സാറിന്റെ സ്പീച്ച് അതിഗംഭീരമായിരുന്നു. വളരെയധികം നന്ദി. അതിനൊപ്പം തന്നെ ഇവിടെ പങ്കെടുത്ത എല്ലാ പാർട്ടിസിപ്പൻസിനും എൻ്റെ പേരിലും ഉറവ് വെബിനാറിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തി.